രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ പമ്പാ തീരത്ത് നാളെ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം പമ്പയിലെത്തും. സംഗമത്തിലേക്ക് ക്ഷണിച്ചവരിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുകയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 24-നോട് പറഞ്ഞു. നാളെ രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. VIP-കൾ ഉൾപ്പെടെ 3000 പ്രതിനിധികൾ സംഗമത്തിന്റെ ഭാഗമാകും. സംഗമത്തിൽ 3 സെക്ഷനുകളായാണ് ചർച്ച. സംഗമത്തിലേക്ക് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറെ ഉൾപ്പെടെ ക്ഷണിച്ചെങ്കിലും തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുക. തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രിമാർ വരുന്നുണ്ട്. കർണാടകത്തിൽ നിന്നൊരു മന്ത്രി വരുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ ഇത് സംഘടിപ്പിക്കുന്നത് അയ്യപ്പ ഫാക്ടറിയുടെ ഒപ്പീനിയനും അതുപോലെ തന്നെ അഭിപ്രായവും തേടുന്നതിന് വേണ്ടിയിട്ടാണ്. മുഴുവൻ പ്രതിനിധികൾക്കും താമസ സൗകര്യം, യാത്രാ സൗകര്യം ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട്. പരിപാടിയുടെ ഭാഗമായി പോലീസ് അധിക സുരക്ഷ ഏർപ്പെടുത്തി. SNDP, NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ പരിപാടിയുടെ ഭാഗമാകും. ശബരിമലയിൽ സമുദായത്തിന്റെ അവകാശങ്ങൾ ഇല്ലാതാക്കിയത് ദേവസ്വം ബോർഡാണെന്ന് ആരോപിച്ച് ഐക്യ മലയാളീയ മഹാസഭ പങ്കെടുക്കില്ല. വിളിക്കാത്ത സദ്യ ഉണ്ണാൻ പോകില്ലെന്ന് യോഗക്ഷേമ സഭ പ്രതികരിച്ചു. നാളെയാണ് ആഗോള അയ്യപ്പ സംഗമം. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. വിവാദങ്ങളില്ലാതെ പരിപാടി അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ ജയശങ്കർ, 24 പത്തനംതിട്ട. ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ അന്തിമഘട്ടത്തിലാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി S. വിജയകുമാർ തത്സമയം പമ്പയിൽ നിന്ന്. S. വിജയകുമാർ, അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി മുഖ്യമന്ത്രി എത്താനുള്ള കാത്തിരിപ്പ്, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? അനുജ, ഇവിടെ നമ്മൾ നിൽക്കുന്നത് പമ്പ ത്രിവേണിയിലാണ്. ഈ ത്രിവേണിയിൽ ഈ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വേദിയിലാണ് നാളെ അയ്യപ്പ സംഗമം നടക്കുന്നത്. അതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുകയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. നമുക്ക് അവർ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ ഈ പ്രധാനപ്പെട്ട വേദി അതാണ്. ആ വേദിയിലാണ് ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത്. ആ ഉദ്ഘാടന സമ്മേളനത്തിൽ ഏതാണ്ട് 3000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഉദ്ഘാടന സഭ നടക്കുന്നത് ഇവിടെയാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ ഇതിനോടകം എല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം 3 സെഷനുകളാണ് നടക്കുന്നത്. ഒന്ന്, ശബരിമല മാസ്റ്റർ പ്ലാൻ. കഴിഞ്ഞ ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലേറെയായി 10-13 വർഷമായി കേരളം ചർച്ച ചെയ്യുന്നതാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ. ഇത്തവണയും ആ ചർച്ച ആ പതിവ് തെറ്റിക്കാതെ അയ്യപ്പ സംഗമത്തിൽ നടക്കുന്നുണ്ട് എന്നതാണ് ഒരു കൗതുകം തന്നെ, അനുജ. മറ്റൊന്ന്, ഈ ശബരിമലയിലെ ക്രൗഡ് മാനേജ്മെന്റ് ആണ് ഒരു സെഷൻ. മറ്റൊന്നുള്ളത് ഈ പറയുന്ന തീർത്ഥാടക സർക്യൂട്ടുകൾ ബന്ധിപ്പിച്ചുള്ള അല്ലെങ്കിൽ തീർത്ഥാടക കേന്ദ്രങ്ങൾ ചേർത്തു വെച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. അങ്ങനെ 3 സെഷനുകൾ നടക്കും. ഈ സെഷനുകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു എന്താണ് അന്തിമ റിപ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു റിപ്പോർട്ട് അവതരണം ഈ അവസാന പരിപാടിയായി ഈ വേദിയിൽ പിന്നീട് ദേവസ്വം മന്ത്രി നടത്തുകയും ചെയ്യും. അതാണ് ഈ പരിപാടിയുടെ ആകത്തുക. പക്ഷേ നമ്മൾ ഈ പറയുന്ന പരിപാടിക്ക് അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ പ്രാധാന്യം ഈ വിഷയത്തിന് കൈവന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇന്ന് പത്തനംതിട്ടയിലെത്തും. ഈ സമ്മേളന വേദിയിലേക്ക് ഇന്ന് തന്നെ എത്തുമോ എന്നത് അതിലൊരു വ്യക്തത വന്നിട്ടില്ല. ഒരു പക്ഷേ അദ്ദേഹം ഇവിടേക്ക് വരാം, അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ ക്യാമ്പ് ചെയ്ത് നാളെ രാവിലെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാനെത്തും. ലോക അയ്യപ്പ വിശ്വാസികളുടെ സമ്മേളനം എന്ന് പറയുമ്പോഴും ഇത്തവണ നേരത്തെ ഈ ദേവസ്വം ബോർഡ് കരുതിയതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുടെ ഒന്നും വലിയ സാന്നിധ്യമില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുന്നത്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറും കർണാടക മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നില്ല. അതുപോലെ ആന്ധ്ര, കർണാടക സർക്കാരുകളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ വരുന്നില്ല. പക്ഷേ ഈ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള അയ്യപ്പ വിശ്വാസികൾ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദേശത്തു നിന്നുള്ള ഏതാണ്ട് 250ഓളം വരുന്ന പ്രതിനിധികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പരിപാടിക്ക് ശേഷം ഇവർക്ക് ശബരിമല ദർശനത്തിനുള്ള ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ജയശങ്കർ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ വിവാദങ്ങൾ ധാരാളമുണ്ട്. പ്രതിപക്ഷം സഹകരിക്കുന്നില്ല. എന്നാൽ അതിലേതെങ്കിലും തരത്തിൽ പ്രതിഷേധത്തിന്റെ സ്വരം അവർ ഉയർത്തിയിട്ടില്ല. പല പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ഇന്നിപ്പോൾ KC വേണുഗോപാൽ ICC ജനറൽ സെക്രട്ടറിയും ആ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ പശ്ചാത്താപം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചുട്ടുപൊള്ളുന്ന പശ്ചാത്താപത്തോടെ ആയിരിക്കും മുഖ്യമന്ത്രി ഈ വേദിയിലെത്തുക എന്നൊക്കെയാണ് അന്ന് KC വേണുഗോപാൽ പറഞ്ഞത്. BJPയും സമാനമായ ചില പ്രശ്നങ്ങൾ, ചില വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തൽക്കാലം വിമർശനങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയുന്നില്ല. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട സമയമല്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയ വർത്തമാനങ്ങൾ ഇതിന്മേൽ കൊടുമ്പിരി കൊള്ളുന്നുണ്ട് ഈ അവസാന മണിക്കൂറുകളിലും എന്നതൊരു വസ്തുത തന്നെയാണ്. എന്നാൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഇതിന്റെ പ്രധാന സംഘാടകരെന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം, ദേവസ്വം മന്ത്രിയാണ് അധ്യക്ഷൻ. ഏതാണ്ട് 1 ഡസനോളം വരുന്ന മന്ത്രിമാർ ഈ വേദിയിൽ നാളെ
പരിപാടികളിൽ പ്രസംഗങ്ങൾ ആയിട്ടുണ്ട്, ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വാഗത പ്രസംഗമാണ് നടത്തുന്നത്. അപ്പോൾ അനുജ, ഇതിൽ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. നാളെ അയ്യപ്പ സംഗമം എന്തൊക്കെ കാര്യങ്ങളിൽ ചർച്ച ചെയ്യും? ഈ വിവാദങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇവിടെ മുഖ്യമന്ത്രിയോ ദേവസ്വം മന്ത്രിയോ അവരുടെ പ്രസംഗത്തിൽ പരാമർശ വിഷയമാക്കുമോ എന്നതൊക്കെ ഒരു വലിയ കൗതുകമായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നു. 2 തെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട് എന്നതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ശബരിമല ഒരു ചർച്ചാ വിഷയമായി എന്നതും ഈ ഘട്ടത്തിൽ പ്രത്യേകം പരാമർശ വിഷയവുമാണ്. അനുജ, അതാണ് ആഗോള അയ്യപ്പ സംഗമം നാളെ രാവിലെ 9:30 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നതാണ് എസ് വിജയകുമാർ പമ്പയിൽ നിന്ന് നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.